മലയാളത്തിൽ, അതായത് പുതിയ ജനറേഷൻ്റെയും മലയാളികളുടെയും പ്രിയങ്കരന്മാരായ രണ്ട് നടന്മാർ. ഒന്ന് പൃഥ്വിരാജ്, കാരണം ത്രില്ലിംഗ് നടനാണ്, സൂപ്പർ ഡൂപ്പർ ഹീറോയാണ്. മറ്റൊന്ന് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ. അവരെ ടാക്സ് ഒഫീഷ്യൽസ് അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തു, മറ്റ് പലരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തു. അതിനകത്തുനിന്ന് അറിയാൻ സാധിക്കുന്ന ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ടാക്സ് അടിച്ചു മാറ്റിയവൻ, അവനെ അങ്ങനെ വിളിക്കാവൂ, അയാളുടെ വണ്ടി പിടിച്ചെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഈ ദുൽഖർ സൽമാനെ പറ്റിയും പൃഥ്വിരാജിനെ പറ്റിയും മോഹൻലാലിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ വന്നു. ഇവരുടെയൊക്കെ ശിങ്കിടിയായി പ്രവർത്തിക്കുന്ന ഒരു പരമനാറിയുണ്ട്, മേജർ രവി. അവൻ അതാണ് ഇഷ്ടപ്പെടാതെ. ഞാൻ എന്തൊരു ദുൽഖർ സൽമാനെ പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ അല്ലായിരുന്നു അവൻ്റെ വിഷയം. കാരണം ഇവൻ്റെയൊക്കെ ശിങ്കിടിയായിട്ട് നിന്ന് ഇവന് വേണ്ടി PR ജോലിയും ഒക്കെ ചെയ്യുന്നവനാണ് ഈ പറയുന്ന മേജർ രവി. കാരണം അവന് സിനിമ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല. അവൻ എനിക്കെതിരെ നടത്തിയ ആക്രമണം, അറ്റാക്ക് നിങ്ങൾക്കറിയാം. അപ്പം ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഞാനൊരു ഓണസ്റ്റായിട്ടൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളാണ്. ഈ വീഡിയോ ചെയ്യുന്ന 100% ഓണസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആർക്കും സപ്പോർട്ടുമല്ല, ആർക്കും പ്രതികൂലമല്ല. എന്താണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നു ഞാനത് ചെയ്യും. അതായത് എൻ്റെ കൺവിക്ഷനാണ് എൻ്റെ ജേർണലിസം, അതാണ് എൻ്റെ പ്രൊഫഷൻ. ആ രീതി ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വരെ. അതിന് ഞാൻ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ മാറത്തില്ല. ഇപ്പോഴെന്താ അറിയുന്നത്, എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഭൂട്ടാൻ തട്ടിപ്പ്? ഇത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് വളരെ വളരെ ഈസി ആയിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഈ ഭൂട്ടാൻ തട്ടിപ്പ്. എങ്ങനെയാണ് സംഭവം നിങ്ങൾക്കറിയോ? ഈ ഭൂട്ടാനിലോട്ട് അവിടെ വണ്ടികൾ വരും. അതായത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ് വളരെ ചീപ്പായിട്ട് ഈ വണ്ടികൾ വരുന്നത്. അവിടെ ടാക്സ് വളരെ കുറവ്. ഈ വണ്ടികൾ അവിടെ വന്ന ശേഷം അവിടെ ഒരു കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളുണ്ട്, ഭൂട്ടാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന സിക്കിം, ഇപ്പുറത്ത് മാറി ഹിമാചൽ പ്രദേശ്, പിന്നീട് കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഇങ്ങോട്ടൊക്കെ വണ്ടി പോകാൻ നേരത്ത് അവിടെ പിന്നെ ഈ രജിസ്ട്രേഷൻ സംഭവം നടക്കും. അത് ഇന്ത്യയുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. പക്ഷെ നേപ്പാളുമായിട്ടില്ല, ഭൂട്ടാനുമായിട്ടുണ്ട്. കാരണം ഭൂട്ടാനിൽ വലുതായിട്ടൊന്നും വാഹനങ്ങളില്ല. അവിടുത്തെ രാജഭരണം അവർ ഈ പറയുന്ന പോലെ വലിയ ടാക്സ് എന്ന് പറയുന്നത് 0 ടാക്സ് എങ്ങാണ്ടാണ് അവിടെ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് ഭൂട്ടാനിലുള്ള. ചെറിയ രീതിയിലുള്ള ടാക്സേ ഉള്ളൂ. അപ്പോൾ സിക്കിമിലോ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ടാക്സ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഭൂട്ടാനിലൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ പേരിൽ ഈ വണ്ടികളൊക്കെ ഇന്ത്യയിൽ വരാം. പിന്നെ പല സ്റ്റേറ്റുകളും വളരെ കുറച്ച് ടാക്സുകളെടുത്തോട്ട് ഇത് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇത് പഴയ വണ്ടിയാണെന്ന് കാണിച്ചിട്ട് ഇത് നേരെ അങ്ങ് കേരളത്തിലോട്ടും മറ്റു പല ഭാഗത്തോട്ടും. ഡൽഹിയിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇതേപോലെ വണ്ടികൾ റിയൽ എസ്റ്റേറ്റും അതേപോലെ ഡൽഹിയിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മക്കളെ ഉപയോഗിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ടാക്സ് കൊള്ളയാണ് നടത്തുന്നത്. അപ്പം ആ ടാക്സ് കൊള്ള നടത്തി ഒരുത്തനാണ് ഈ ദുൽഖർ, അതായത് സാക്ഷാൽ മമ്മൂട്ടിയുടെ മകൻ. മറ്റൊരുത്തൻ സുകുമാരൻ്റെ മകൻ. സുകുമാരൻ്റെ മകൻ്റെ വണ്ടിയെ പറ്റി അയാളുടെ തള്ള പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കുക, ഇവരൊക്കെ സിനിമയിലെ ഹീറോ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ലൈഫിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നോർമൽ ലൈഫിൽ ഏറ്റവും വലിയ വൃത്തികെട്ട വില്ലന്മാരാണ്. ടാക്സ് വെട്ടിക്കുന്ന ഈ രാജ്യത്തെ രാജ്യദ്രോഹികളാണ്. ഇനി അടുത്തൊരു ടാക്സ് വെട്ടിയവരും കൂടെ പറഞ്ഞുതരാം. ഈ നടന്മാർക്കെല്ലാം ഈ ദുബായിലെ ഗോൾഡ് കാർഡ് വിസയുണ്ട്. നിങ്ങൾ കേട്ടുകയാണ് ഈ സംഭവം. എന്തിനാ ഇവർ ഇത്രയും മാത്രം ഗോൾഡ് കാർഡ് വിസ എടുക്കുന്നത്? അതിൻ്റെ അകത്തുള്ള ഹിഡൻ അജണ്ട എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇൻക്ലൂഡിങ് മോഹൻലാൽ. ഇവരെ ഒന്നും ഞാൻ മാറ്റി നിർത്തുന്നില്ല.
എന്തിനാ എടുക്കുന്നതെന്നറിയാം? ഇവർക്ക് കിട്ടുന്ന പ്രതിഫല തുക, ഈ പ്രതിഫല തുകയുടെ ഇവർ പറയാം അതിൻ്റെ 75% ഇവരുടെ ദുബായ് അക്കൗണ്ടിലോട്ട് അങ്ങ് ഇടാൻ പറയും. എന്തിനാ ദുബായ് അക്കൗണ്ട് ഇടുന്നത്? കാരണം അതിൻ്റെ ടാക്സ് കൊടുക്കണ്ട. അതായത് മനസ്സിലാക്കുക, വെള്ളിത്തിരയിൽ നിങ്ങൾ ഈ കാണുന്നവന്മാർ വെറും വൃത്തികെട്ടവന്മാർ. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ₹1 ടാക്സ് വെട്ടിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് എല്ലായ്പ്പോഴും ഇൻകം ടാക്സും അതും ഇതും എല്ലാ ടാക്സും കറക്റ്റായിട്ട് കൊടുക്കുക. എവിടെ പോയാലും ബില്ലും മേടിക്കും. ബില്ല് വേണ്ട, ഞങ്ങൾ ചാർജ് കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയാൻ പറ്റില്ല, ബില്ല് വേണമെന്ന് തന്നെ പറയും. എൻ്റെ കാര്യം എന്താ? കാരണം എനിക്കറിയാം ഇത് വലിയൊരു ടാക്സിൻ്റെ വെട്ടിയൊരു സംഭവമാണ് നടക്കുന്നത്. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് നിങ്ങളെപ്പോലെ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഞാൻ ദ്രോഹിക്കുന്ന ഈ രാജ്യത്തെയാണ്. ഫാൽക്കെ അവാർഡ് മേടിച്ചിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ പോയി അവാർഡൊക്കെ കൊടുക്കുന്നത് കൊള്ളാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈഫിലെ ഹീറോ ആയിരിക്കും, ലൈഫിലെ സീറോ ആണ് ഇവരൊക്കെ. പക്ഷേ സിൽവർ സ്ക്രീനിൽ മലയാളികൾക്കൊക്കെ ഇവർ ഹീറോയാണ്. ഇതിനൊക്കെ പറയുമ്പോൾ പൊള്ളുന്ന ആർക്കാ? കാരണം ഇവൻ്റെയൊക്കെ നക്കി നടക്കുന്ന ഒരുത്തുണ്ട്, മേജർ. അവന് പൊള്ളും. കാരണം അവനാണ് ഇവരുടെയൊക്കെ, ഇവർക്കിപ്പം സപ്പോർട്ടുമായിട്ട് അവനിപ്പോൾ പുറത്ത് വരും. ഇവിടുത്തെ മീഡിയ ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത്? നമ്മൾ വെച്ച് നോക്ക്, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ശരിക്കും പണം കിട്ടുന്നുണ്ട്. കിട്ടട്ടെ, അവർ ജോലി ചെയ്തിട്ട് അവർക്ക് ആ പണം കിട്ടുന്നുണ്ട്, വലിയ കാര്യം. പക്ഷേ അവർക്ക് ഇതേപോലെയുള്ള വാഹനങ്ങൾ പ്രോപ്പറായിട്ട് ടാക്സ് കൊടുത്തും വാങ്ങാൻ ഇവർ തയ്യാറല്ല. അതായിട്ട് പ്രധാനപ്പെട്ട കാരണം. അവർക്ക് വണ്ടിയുടെ ക്രേസുകളുണ്ട്, ആ ക്രേസുകളുണ്ട്, ഈ ക്രേസുകളുണ്ട്. അതായത് തട്ടീരും വെട്ടീരും മാത്രം എത്ര പണം കിട്ടിയാലും. ഇതാണ് ഇവർ പറയുന്നത് പാട്രിയോട്ടിക് ഇന്ത്യൻ, ഹൈപ്പർ പാട്രിയോട്ടിക് ഇന്ത്യൻ. ഇവനെയൊക്കെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത്, ഇൻക്ലൂഡിങ് ഇത് ചെയ്യുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് മോഹൻലാൽ ഉൾപ്പെടെ. ടാക്സ് വെട്ടിക്കുന്ന ഒരാളെ പോലും നമ്മൾ സമൂഹത്തിൽ ഒരു കാരണവശാലും ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിർത്താൻ പറ്റില്ല. എങ്ങനെ നിർത്താൻ പറ്റും? വളരെ കുറച്ച് മലയാളം, അതായത് ഫാസിലിൻ്റെ മോൻ ഞാൻ അറിഞ്ഞെടുത്തോളം അയാൾ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പറായിട്ട് എല്ലായിടത്തും പണം വാങ്ങുമ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ടാക്സ് കൊടുക്കുന്നയാൾ. ബാക്കിയുള്ള അധികം പേരും, ഇൻക്ലൂഡിങ് സിനിമാ നടികൾ ഉൾപ്പെടെയുള്ളവർ, ടാക്സ് വെട്ടിയതിൻ്റെ കാര്യത്തിൽ വളരെ വളരെ വിദഗ്ധന്മാരാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാ കള്ളക്കണക്കുകളും കുക്ക് ചെയ്യും, ഇല്ലാത്ത എക്സ്പെൻസുകൾ എഴുതി ഉണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കേന്ദ്രമന്ത്രി, എനിക്കറിയത്തില്ല സുരേഷ് ഗോപി ആ വണ്ടി ഉണ്ടോ ഇല്ലയോ, ഇയാളൊക്കെ പോണ്ടിച്ചേരി കാറും മേടിച്ചുകൊണ്ട് നടക്കുക. എന്തോ എന്നാ 10-20 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം ടാക്സ് വെട്ടിക്കാൻ. എത്രയോ പേർക്ക് കേരളത്തിൽ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ? കാരണം ഇവിടെ ലക്ഷറി വണ്ടികൾക്ക് വില കുറവാണ്. ഈ ഹരിയാനയിലാണെങ്കിലും ഹരിയാന രജിസ്ട്രേഷൻ, കാരണം ഡൽഹിയുടെ ബോർഡറാണ്, UP രജിസ്ട്രേഷൻ പറയുന്ന വണ്ടികൾ. ഇവരെന്നിങ്ങനെ കേരളത്തിൽ വണ്ടി കൊണ്ടുവന്ന് നിങ്ങൾക്കറിയും. ഇവിടെ ഈ പറയുന്ന ആൾക്കാർ ഇതൊരു മാഫിയയാണ്. അവരൊരു കമ്പനി ഉണ്ട് അവർക്ക്. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വാങ്ങിക്കൊണ്ട് പോകുന്നതിന് അതിൻ്റെ പാർട്ട്ണറാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രേഖകൾ ഉണ്ടാക്കും. അതായത് നിയമത്തിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും വെട്ടിക്കുക. എന്നിട്ട് ഈ കാറും മേടിച്ചോണ്ടോടെ പോയി റോഡിൻ്റെ ടാക്സ് പോലും കൊടുക്കാതെ മുഴുവനും വെട്ടിച്ചും തട്ടിച്ചും ലക്ഷോറിയസ്, ഏറ്റവും ഇല്ലീഗലായിട്ട്, അതായത് ടാക്സ് വെട്ടിക്കുന്നവൻ കാണിക്കുന്നത് ഈ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ അനീതിയാണ്. പാവം പിടിച്ച ഞാനും നിങ്ങളും എല്ലാം ടാക്സ് കൊടുക്കുക. എല്ലാത്തിനും ഏറ്റവും ഇസണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഹീറോകളെന്നും പറഞ്ഞ്, ഈ കോടീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞ് വലിയ ലക്ഷറി ലൈഫ് നയിക്കുന്നവർ ചെയ്യുന്നതാണ് ഈ നമ്മുടെ സമൂഹത്തിൽ. അവരെയാണ് നമ്മൾ ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ ഈ പറയും, ഈ പല രജിസ്ട്രേഷനുള്ള വണ്ടികളൊക്കെ ശ്രദ്ധിച്ചോണം, മുഴുവനും ടാക്സ് വെട്ടിച്ച് മാത്രമേ കൊണ്ടുപോകുന്നത്. അവരുടെ ഒരു ലൈഫും ജീവിതവുമായിട്ട് മാറി. അതാണ് ബേസിക്കലി പല ആവർത്തി ഈ മോദി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഈ ടാക്സ് എക്സ്പേർട്ടുകളും പറഞ്ഞിട്ടുണ്ട്, ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അല്ലാതെ എത്രയോ പേർ, എനിക്കറിയുന്ന എത്രയോ പേർക്ക്, ഡൽഹിയിലുള്ളവർക്ക് ഈ ദുബായ് ഗോൾഡൻ വിസ ഉണ്ട്,
ഇഷ്ടം പോലെ മലയാളികളെ നോർത്ത് ഇന്ത്യൻസ് എല്ലാം ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടി. യൂട്യൂബേഴ്സ് പല ആൾക്കാരും ദുബായി പോയിട്ട് അവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഇത് കാരണം ഈ പറയുന്ന 15% ടാക്സ് ഇല്ല. ഈ തട്ടീരും വെട്ടീരുമാണ് നടക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ പറ്റുന്നുമില്ല. ഇടയ്ക്കൊരു റെയ്ഡ് നടക്കും. ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെൻറ് അങ്ങനൊന്നുമല്ല. ഒരു പാവം പിടിച്ചാൽ ടാക്സ് വെട്ടിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടും. ഇവരെല്ലാം ഈസി ആയിട്ട് നല്ല ലോയേഴ്സിനും വെച്ച് കോർട്ടിൽ കേസ് കിടന്ന അവസാനം ഈ കസ്റ്റംസുമായിട്ട് ഒത്തുകളിച്ച് ഇവന്മാർ പുറത്താകാൻ. ഇവന്മാർ അറ്റ്ലീസ്റ്റ് പിടിച്ച് ജയിലിലിടുക. അതോടുകൂടി കുറച്ച് ആൾക്കാരെ പേടിക്കും. കാരണം ഇവന്മാരെ ജയിലിലിട്ട് കഴിഞ്ഞാൽ എന്തുവാ, മറ്റുള്ള ആൾക്കാരും പേടിയാണ്. കാരണം ഇങ്ങനെ ചെയ്താൽ പിടിക്കും. നീ ഇവർ പറയും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. 1.5 കോടിയുടെ വണ്ടി അവർക്ക് 30 ലക്ഷത്തിന് കിട്ടുമ്പോൾ ഇതൊന്നും അറിയാത്ത വെറും വന്ന ബുദ്ധികളാണോ ഈ ദുൽഖറും ഈ പൃഥ്വിരാജ് ഈ പറയുന്ന സിനിമാ നടന്മാരെ? അല്ലെങ്കിൽ അത് 20 ലക്ഷത്തിന് കിട്ടി. ഏറ്റവും ഇസന്റ് കാര്യം ഇവർക്കറിയാം. എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലത് ഇവിടുത്തെ എല്ലാം ഏറ്റവും ഇസന്റ് അവർക്കറിയാം. ഇതെല്ലാം കൂടെ ചെയ്ത്, അതായത് ഏറ്റവും വലിയ ഗൂഢാലോചന ഈ രാജ്യത്തിനെതിരെ ചെയ്യുന്നവർക്കാണ്. അവർ നാളെയും ഹീറോ ആയിട്ട് വരും. ഇതിപ്പം ഞാനിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് തെറ്റ് ചെയ്തവനെ ശിക്ഷിച്ച് തന്നെ വിടണം, ഒരളവും കൊടുക്കരുത്. ആ രീതിയിലാണ് ഇന്ത്യ പെരുമാറേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു സന്ദേശം പോകുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ കള്ളപ്പണമുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ പോയിട്ട് പല രാജ്യങ്ങളിലും ദുബായിലൊക്കെ പോയി ഇഷ്ടം പോലെ വീടുകളൊക്കെ മേടിക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ടാക്സ് വെട്ടിക്കരുത്. ടാക്സ് വെട്ടിക്കുന്നവനെ നിങ്ങൾ വെറുക്കണം. അവന്മാരൊന്നും ഹീറോ അല്ല. ഈ രാജ്യത്തിൻ്റെ ദേശദ്രോഹികളാണ് അവന്മാർ. അത് ആ ഒരു രീതിയിലോട്ടാണ് പോകേണ്ടത്. അല്ലാതെ ഒരു നടന് ഫാൽക്കെ അവാർഡ് കിട്ടി ഇതൊക്കെ ചുമ്മാതുണ്ടാക്കുന്ന പ്രഹസനങ്ങളാണ്. കിട്ടട്ടെ, അദ്ദേഹം നല്ല നടന്. പക്ഷെ എന്തിനു ടാക്സ് വെട്ടിക്കുന്നു? ഇതെല്ലാം ബേസിക്കലി ഏറ്റവും പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആരൊക്കെ പണം വെട്ടിച്ച് ഇവനെയൊക്കെ തൂക്കണം. കാരണം ഇവരിൽ കൂടെയാണ് മറ്റുള്ള ആളുകൾക്കും സന്ദേശം കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യം ഇതേപോലെ നരകിച്ച് നാശമായിട്ട് പോകും. ടാക്സ് വെട്ടിക്കുന്നവരുടെ രാജ്യമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാറും. കാരണം ഇവന്മാരെ പിടിച്ചെടുത്ത് അകത്തിടുകയും രാഷ്ട്രീയക്കാരൻ്റെ മക്കളെ പിടിച്ച് അകത്തിടുകയും ചെയ്ത് കഴിഞ്ഞാൽ, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻകാരനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അവനെയും പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പ്രോപ്പറായിട്ട് ടാക്സ് കൊടുത്ത് പോകാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തിൻ്റെ പോക്ക് ഈ രീതിയിൽ പോയാൽ ഒരിക്കലും ശരിയാവുകയില്ല.